കഴിഞ്ഞ സെഷനിൽ RS ഫ്ലിപ്പ് ഫ്ലോപ്പ് IC74279 ഉപയോഗിച്ച് ഒരു ഷിഫ്റ്റ് രജിസ്റ്ററും D ഫ്ലിപ്പ് ഫ്ലോപ്പ് IC74379 ഉപയോഗിച്ച് ഒരു ഷിഫ്റ്റ് രജിസ്റ്ററും എങ്ങനെ നിർമ്മിക്കാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്തു. ഈ സെഷനിൽ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് IC7476 ഉപയോഗിച്ച് ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ എങ്ങനെ നിർമ്മിക്കാമെന്ന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നു. JK ഫ്ലിപ്പ് ഫ്ലോപ്പ് IC7476 ഉപയോഗിച്ച് ഒരു ഷിഫ്റ്റ് രജിസ്റ്ററിൻ്റെ നിർമ്മാണം. ഈ ഷിഫ്റ്റ് രജിസ്റ്റർ സർക്യൂട്ടിന് IC7476, IC7404 എന്നീ രണ്ട് നമ്പറുകൾ ആവശ്യമാണ്. IC7476, IC7404 എന്നിവ തിരിച്ചറിയുക. മാഗ്നിഫയിങ് ലെൻസ് ഉപയോഗിച്ച് ICയിൽ പ്രിന്റ് ചെയ്ത പാർട്ട് നമ്പറുകൾ തിരിച്ചറിയുക. ICയുടെ പിൻ നമ്പർ 1നെ തിരിച്ചറിയുക. പിൻ നമ്പർ 1നെ സൂചിപ്പിക്കാൻ അതിന് ഒരു ചെറിയ നോച്ച് അല്ലെങ്കിൽ ഡോട്ട് ഉണ്ടായിരിക്കാം. ഡിജിറ്റൽ ട്രെയിനർ കിറ്റിലെ ബ്രെഡ് ബോർഡിലേക്ക് IC ഇൻസേർട്ട് ചെയ്യുക. ഓരോ പിന്നും പ്രത്യേക ദ്വാരത്തിലേക്ക് പോകുന്നു എന്ന് ഉറപ്പാക്കുക. പിന്നുകൾ വളയുകയോ ദ്വാരങ്ങളിലേക്ക് തള്ളുകയോ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. IC7476ൻ്റെ പിന്നുകൾ 5, 13 എന്നിവ യഥാക്രമം +5 വോൾട്ട് സപ്ലൈ, ഗ്രൗണ്ട്, നെഗറ്റീവ് എന്നിവയുമായി കണക്ട് ചെയ്യുക. ജമ്പർ വയറുകൾ ഉപയോഗിച്ച് രണ്ട് 7476 ICകളിലും ഇത് ചെയ്യുക. പിന്നുകൾ 7, 14 എന്നിവ യഥാക്രമം ഗ്രൗണ്ട് അല്ലെങ്കിൽ GND, +5 വോൾട്ട് സപ്ലൈ എന്നിവയുമായി കണക്ട് ചെയ്യുക. 7476 ICകളിലെ പിൻ 1, 6 എന്നിവ ക്ലോക്ക് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യുക. സമാനമായി പ്രീസെറ്റ് ഇൻപുട്ടിനായി രണ്ട് IC7476കളിലും പിൻ 2നെ കണക്ട് ചെയ്യുക. IC7476ലെ പിൻ 4ലേക്കും IC7404ൽ പിൻ 1ലേക്കും സീരിയൽ ഡാറ്റ ഇൻപുട്ട് കണക്ട് ചെയ്യുക. IC7404ൻ്റെ പിൻ 2നെ IC7476ലെ പിൻ 16ലേക്ക് കണക്ട് ചെയ്യുക. ആദ്യത്തെ ICയിൽ 7476 പിന്നുകൾ 15, 9, 14, 12 എന്നിവ കണക്ട് ചെയ്യുക. ആദ്യത്തെ ICയുടെ പിന്നുകൾ 11ഉം 10ഉം യഥാക്രമം രണ്ടാമത്തെ IC7476ൻ്റെ പിൻ 4ഉം 16ഉം ആയി കണക്ട് ചെയ്യുക. രണ്ടാമത്തെ ICയിൽ 7476 പിന്നുകൾ 15, 9, 14, 12 എന്നിവ കണക്ട് ചെയ്യുക. സർക്യൂട്ട് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് പോലെ യഥാക്രമം QA, QB, QC, QD എന്നിങ്ങനെ 4 ഔട്ട്പുട്ട് LED-കളിലേക്ക് 7476 ICകളുടെ പിന്നുകൾ 11, 15 എന്നിവ കണക്ട് ചെയ്യുക. ക്ലിയർ ഇൻപുട്ടിനായി ഇൻപുട്ട് ഗോഗിൾ സ്വിച്ചിലേക്ക് 7476 ICകളുടെ പിന്നുകൾ 3ഉം 8ഉം കണക്ട് ചെയ്യുക. +5 വോൾട്ട് DC പവർ സപ്ലൈ ഓണാക്കുക. 5 വോൾട്ട് പൊസിഷനിലെ ടോഗിൾ സ്വിച്ച് ലോജിക് 1ഉം 0 വോൾട്ട് പൊസിഷൻ ലോജിക് 0ഉം ആണ്. ഇൻപുട്ട് ക്ലിയർ ആക്കാൻ ലോജിക് 0 അപ്ലൈ ചെയ്യുക. LED-കൾ QA, QB, QC, QD എന്നിവയുടെ നില നിരീക്ഷിച്ച് ഷിഫ്റ്റ് രജിസ്റ്ററുകളുടെ പട്ടികയിൽ റിസൾട്ടുകൾ രേഖപ്പെടുത്തുക. ഇൻപുട്ട് ക്ലിയർ ആക്കാൻ ലോജിക് 1 അപ്ലൈ ചെയ്യുക. സർക്യൂട്ടിലേക്ക് സീരിയൽ അല്ലെങ്കിൽ ഡാറ്റ ഇൻപുട്ട് അപ്ലൈ ചെയ്യുക. ക്ലോക്ക് ഇൻപുട്ടിൽ ഒരു ക്ലോക്ക് പൾസ് നൽകുക. SIPO രജിസ്റ്ററിലേക്ക് സീരിയൽ ഇൻപുട്ടായി 1, 0, 0, 1 ഒരു സമയം ഒരു ബിറ്റ് എന്ന രീതിയിൽ അപ്ലൈ ചെയ്യുക. ക്ലോക്ക് ഇൻപുട്ടിൽ ഒരു ക്ലോക്ക് പൾസ് നൽകുക. QA, QB, QC, QD എന്നിവയുടെ നില നിരീക്ഷിക്കുകയും ഔട്ട്പുട്ട് ലോജിക് ലെവലുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക. Serial input 1,
ക്ലോക്ക് പൾസ് 1, ഔട്ട്പുട്ട് 1 0 0 0. സീരിയൽ ഇൻപുട്ട് 0, ക്ലോക്ക് പൾസ് 2, ഔട്ട്പുട്ട് 0 1 0 0. Serial input 0, clock pulse 3, output 0 0 1 0. Serial input 1, clock pulse 4, output 1 0 0 1. RS ഫ്ലിപ്പ്-ഫ്ലോപ്പ്, D ഫ്ലിപ്പ്-ഫ്ലോപ്പ്, JK ഫ്ലിപ്പ്-ഫ്ലോപ്പ് എന്നിവ ഉപയോഗിച്ച് ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ നിർമ്മിക്കുന്നതിനും അവയുടെ ഫലങ്ങൾ പരിശോധിക്കുന്നതിനും ഇപ്പോൾ നിങ്ങൾക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ സെഷനിൽ RS, D, JK ഫ്ലിപ്പ്-ഫ്ലോപ്പ് ഉപയോഗിച്ച് ഒരു ഷിഫ്റ്റ് രജിസ്റ്റർ എങ്ങനെ നിർമ്മിക്കാമെന്നും ഫലം പരിശോധിച്ചുറപ്പിക്കാമെന്നും പഠിക്കുന്നു. നന്ദി.